ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? അതായത് നിങ്ങളെല്ലാവരോടും വളരെ നന്നായിട്ട് പെരുമാറുന്നുണ്ട്. എല്ലാ നിയമങ്ങളും കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. കഠിനാധ്വാനം ചെയ്യുന്നുണ്ട്. എന്നിട്ടും ഒരു നിയമവും പാലിക്കാത്ത സ്വാർത്ഥരായിട്ടുള്ള ചില മനുഷ്യർ നിങ്ങളെക്കാൾ വലിയ വിജയങ്ങൾ നേടുകയും അവർ വളരെ സന്തോഷത്തോടെ ജീവിക്കുകയുമൊക്കെ ചെയ്യുന്നു. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഇതിൻ്റെ കാരണം വളരെ ലളിതമാണ്. നമ്മൾ സ്കൂളിലും സമൂഹത്തിലുമൊക്കെ പഠിച്ച പല കാര്യങ്ങളും പച്ചക്കള്ളമായിരുന്നു. മനുഷ്യൻ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് ചിന്തിക്കുന്നതെന്നും ഈ ലോകം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നും ആരും നിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല. ഈ യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്തത് കൊണ്ടാണ് നിങ്ങളെ പലപ്പോഴും മറ്റുള്ളവരെ എളുപ്പത്തിൽ വിഡ്ഢികളാക്കുന്നതും ഉപയോഗിക്കുന്നതും. നമസ്കാരം, ഞാൻ അശോക് നാരായൺ. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പുസ്തകങ്ങളിലെ നമ്മൾ പഠിക്കുന്ന ബുദ്ധിയെക്കുറിച്ചല്ല. മറിച്ച് നിങ്ങൾ ഒരു മുറിയിലേക്ക് കടന്നു വരുമ്പോൾ മറ്റുള്ളവരിൽ ഒരു അദൃശ്യമായിട്ടുള്ള ഭയമുണ്ടാക്കാൻ കഴിയുന്ന, അദൃശ്യമായിട്ടുള്ള ബഹുമാനമുണ്ടാക്കാൻ കഴിയുന്ന ആളുകളുടെ യഥാർത്ഥ ഉദ്ദേശങ്ങൾ അവരുടെ മുഖത്ത് നോക്കി വായിച്ചെടുക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന അപകടകരമായിട്ടുള്ള ഒരുതരം ബുദ്ധിയെക്കുറിച്ചാണ്. അതായത് ഡാർക്ക് സൈക്കോളജി, ഡേഞ്ചറസ്ലി സ്മാർട്ട്. പ്രശസ്ത ചിന്തകനായ മാക്കിയവെല്ലിയുടെ തത്വങ്ങളെയും അതുപോലെ ഡാർക്ക് സൈക്കോളജിയും അടിസ്ഥാനമാക്കി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന 7 മാനസിക മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വളരെ ആഴത്തിൽ പഠിക്കുന്നത്. അടുത്ത കുറച്ച് മിനിറ്റുകൾ നിങ്ങളുടെ ചിന്തകളെ പൂർണ്ണമായിട്ടും മാറ്റിമറിക്കും. ഒന്നാമത്തെ സത്യം ഇതാണ്. അതായത് ആളുകൾ പറയുന്ന വാക്കുകൾ ഒരിക്കലും വിശ്വസിക്കരുത്. സൈക്കോളജിയിൽ പെർസെപ്ഷൻ മാനേജ്മെൻറ്റ് എന്നുള്ള ഒരു കാര്യമുണ്ട്. അതായത് മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കണം, എങ്ങനെ ചിന്തിക്കണം എന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യരുപയോഗിക്കുന്ന ഏറ്റവും വലിയ ആയുധമാണ് വാക്കുകൾ. ഞാൻ മാറാം, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകും എന്നൊക്കെ സാധാരണഗതിയിൽ ആളുകൾ പറയാറില്ലേ? അവർ ചിലപ്പോൾ ആ നിമിഷത്തിൽ മാത്രം, ആ ഒരു സമയത്തേക്ക് മാത്രം അത് ആത്മാർത്ഥമായിട്ട് പറയുന്നതായിരിക്കും. പക്ഷേ ആ ഒരു സമയം കഴിയുമ്പോൾ പലപ്പോഴും ആ വാക്കിന് ഒരു വിലയുമില്ലാതായി പോകും. നമ്മൾ ശരിക്കും എന്തുകൊണ്ടാണ് ഈ വാക്കുകളെ വിശ്വസിക്കുന്നത്? കാരണം നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് നമ്മുടെ തലച്ചോറ് അത് സത്യമാണ് എന്ന് വിശ്വസിക്കാൻ പരമാവധി ശ്രമിക്കും. മാക്കിയവെല്ലി വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ വളരെ ലളിതമായിട്ട് ചിന്തിക്കുന്നവരാണ്, അതുകൊണ്ട് അവരെ പറ്റിക്കാനും വളരെ എളുപ്പമാണ് എന്ന്. അതുകൊണ്ട് ഇന്നു മുതൽ വാക്കുകൾ കേൾക്കുന്നത് നിർത്തുക, മറിച്ച് അവരുടെ പാറ്റേണുകൾ ശ്രദ്ധിക്കുക. അതായത് ഒരാൾ നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു വന്നിരിക്കട്ടെ, പക്ഷേ അവരുടെ പ്രവൃത്തികൾ നിങ്ങളെ വേദനിപ്പിക്കുന്നതാണ് എങ്കിൽ വാസ്തവത്തിൽ അവരുടെ പ്രവൃത്തിയാണ് സത്യം, വാക്കുകളല്ല. അക്കൗണ്ടബിലിറ്റി അഥവാ അവരുടെ പ്രവൃത്തികൾ മാത്രം വിശ്വസിച്ച് തുടങ്ങുമ്പോൾ ആർക്കും നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റില്ല. രണ്ടാമത്തെ സത്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരല്പം ബുദ്ധിമുട്ട് തോന്നിയേക്കാം. എല്ലാ മനുഷ്യരും പ്രവർത്തിക്കുന്നത് അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. വാസ്തവത്തിൽ ഇത് ഒരു കുറ്റപ്പെടുത്തലൊന്നുമല്ല, മറിച്ച് പരിണാമ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനമാണിത്. മനുഷ്യൻ്റെ ബ്രെയിൻ പ്രോഗ്രാം ചെയ്യപ്പെട്ടിരിക്കുന്നത് സ്വന്തം നിലനിൽപ്പിനും അവനവൻ്റെ സുരക്ഷയ്ക്കും വേണ്ടി തന്നെയാണ്. ഒരാൾ നിങ്ങളെ വല്ലാതെ സഹായിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വലിയ ദാനധർമ്മങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതിന് പിന്നിൽ അവർക്ക് ലഭിക്കുന്ന എന്തെങ്കിലും ഒരു ലാഭമൊക്കെ ഉണ്ടാകും. അത് ചിലപ്പോൾ അവർക്ക് സമൂഹത്തിൽ നല്ലൊരു പേര് കിട്ടാൻ വേണ്ടിയായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് തന്നെ അവരവരുടെ തലച്ചോറിൽ തന്നെ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടായിരിക്കും. അതുമല്ലെങ്കിൽ എല്ലാത്തിനുമുപരി അവരവരുടേതായിട്ടുള്ള ഒരു ഹിഡൻ അജണ്ട തീർച്ചയായിട്ടും അതിലുണ്ടാകും. നിങ്ങളെ ഒരാൾ ചതിച്ചാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്ന വാക്ക് തെറ്റിച്ചാൽ നിങ്ങൾ സങ്കടപ്പെടാറില്ലേ? സത്യത്തിൽ അവർ നിങ്ങളെ വേദനിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതൊന്നും ആയിരിക്കില്ല,
മറിച്ച് അവർ നിങ്ങളുടെ താല്പര്യത്തെക്കാൾ മുൻഗണന അവരുടെ സ്വന്തം താല്പര്യങ്ങൾക്ക് കൊടുത്തു. അത്രയേ ഉള്ളൂ. ഈ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ പിന്നെ ആളുകളുടെ പെരുമാറ്റം നിങ്ങളെ വേദനിപ്പിക്കില്ല. പകരം അവരുടെ ലക്ഷ്യം എന്താണ് എന്ന് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് മുൻകൂട്ടി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മൂന്നാമത്തെ സത്യം, നിങ്ങളുടെ ലോകവീക്ഷണത്തെ പൂർണ്ണമായിട്ടും മാറ്റുക എന്നുള്ളത് തന്നെയാണ്. അതായത് ലോകം പലപ്പോഴും നീതിയുക്തമല്ല. സൈക്കോളജിയിൽ ഇതിനെ ജസ്റ്റ് വേൾഡ് ഫാലസി എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പലപ്പോഴും പറയാറില്ലേ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, കഠിനാധ്വാനം ചെയ്താൽ വിജയിക്കും എന്നൊക്കെ. ഇതൊക്കെ വിശ്വസിക്കുന്നത് ഈ പറയുന്ന ഫാലസിയുടെ ഭാഗമാണ്. കുട്ടിക്കാലത്ത് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച ഏറ്റവും വലിയ നുണകളിൽ ഒന്നാണ് ഇത്. വാസ്തവത്തിൽ ലോകം കഠിനാധ്വാനത്തെ അല്ല റിവാർഡ് ചെയ്യുന്നത്, മറിച്ച് ലിവറേജ് അഥവാ സ്വാധീനത്തെയും സമയത്തെയും ഒക്കെയാണ്. നിങ്ങൾ ഒരു ഓഫീസിൽ രാവും പകലും ഒക്കെ കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുണ്ടായിരിക്കും. പക്ഷേ പ്രൊമോഷൻ കിട്ടുന്നത് പലപ്പോഴും മേലധികാരിയുമായിട്ട് നല്ല ബന്ധം സ്ഥാപിച്ച് അല്ലെങ്കിൽ സ്വന്തം കഴിവിനെ മാർക്കറ്റ് ചെയ്യാൻ അറിയാവുന്ന മറ്റൊരാൾക്കായിരിക്കും, അല്ലേ? പലപ്പോഴും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലേ? അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. ഇത് നീതിയല്ല, ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പരാതിപ്പെടുന്നവർ എപ്പോഴും പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. കാര്യങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ളതല്ല, ഈ സിസ്റ്റം യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി കളിക്കുന്നവരാണ് ശരിക്കും വിജയിക്കുന്നത്. ഇനി നാലാമത്തെ സത്യം, നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെയല്ല. അതായത് സാധാരണക്കാർക്ക് ഒരു നിയമവും അധികാരവും പണവുമുള്ളവർക്ക് വേറൊരു നിയമവുമാണ് പലപ്പോഴും ഇവിടെയുള്ളത്. നമ്മൾ ജനിച്ച് വീഴുന്ന സമയം മുതൽ തന്നെ നമ്മുടെ ഉപബോധ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ നിയമങ്ങളും അനുസരിക്കുക. നിയമങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ പലപ്പോഴും സാധാരണക്കാരെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ നിയമങ്ങളെല്ലാം അക്ഷരം പ്രതി അനുസരിക്കുന്നതാണ് നല്ല മനുഷ്യൻ്റെ ലക്ഷണം എന്ന് നമ്മൾ കരുതുമ്പോൾ, മുകളിലിരിക്കുന്ന പലരും ഈ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് വിജയങ്ങളെ വെട്ടിപ്പിടിക്കുന്നു. അവർ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് പലപ്പോഴും അവർക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ ഇട്ടുകൊണ്ട് തന്നെയായിരിക്കും. ഇതിനൊക്കെ അർത്ഥം നിങ്ങളൊരു ക്രിമിനലാകണം എന്നുള്ളതൊന്നുമല്ല, മറിച്ച് ഏത് നിയമമാണ് പാലിക്കേണ്ടത് എന്നും ഏത് നിയമമാണ് നിങ്ങളുടെ വളർച്ചയ്ക്ക് വെറും തടസ്സമാകുന്നത് എന്നും തിരിച്ചറിയാനുള്ള ഒരു സ്ട്രാറ്റജിക് ബുദ്ധി നിങ്ങൾക്കുണ്ടാവണം. കണ്ണടച്ചെല്ലാം അനുസരിക്കുന്ന ഒരു യന്ത്രമൊന്നും ആകാതെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നിയമങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഉപയോഗിക്കാനുള്ള ബുദ്ധി തീർച്ചയായിട്ടും ആർജിക്കേണ്ടതുണ്ട്. അഞ്ചാമത്തെ മാറ്റം നിങ്ങളെ കൂടുതൽ ജാഗ്രതയുള്ളവരാക്കി തീർക്കും. നിങ്ങളുടെ യഥാർത്ഥ ശത്രുക്കൾ പലപ്പോഴും സുഹൃത്തുക്കളുടെ വേഷത്തിലായിരിക്കും വരിക. ഒരിക്കലും ഒരു അപരിചിതനെ നിങ്ങളെ അത്ര പെട്ടെന്നൊന്നും ചതിക്കാൻ പറ്റില്ല. നിങ്ങളെ ചതിക്കുന്നത് പലപ്പോഴും നിങ്ങളുടെ കൂടെ നിന്ന് ചിരിക്കുന്ന, നിങ്ങളുടെ രഹസ്യങ്ങൾ അറിയാവുന്ന, നിങ്ങളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്നവരായിരിക്കും, അല്ലേ? ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? നമ്മളോട് ചിരിച്ച് സംസാരിക്കുന്നവരെയൊക്കെ വിശ്വസിക്കാൻ നമ്മുടെ ഉപബോധ മനസ്സ് വളരെ വേഗം തന്നെ തയ്യാറെടുക്കും. അതുകൊണ്ട് തന്നെ ഈ വിശ്വാസമാണ് അവർ പലപ്പോഴും മുതലെടുക്കുന്നത്. അവർ നിങ്ങളുടെ വിജയങ്ങളിൽ അസൂയപ്പെടുന്നവരായിരിക്കാം. നിങ്ങളുടെ ദൗർബല്യങ്ങൾ മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള സമയം വരുമ്പോൾ അവർ നിങ്ങളെ പിന്നിൽ നിന്ന് കുത്തും. അതുകൊണ്ട് നിങ്ങളോട് ചിരിക്കുന്നവരൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് എന്നുള്ള തോന്നൽ ഒരല്പം ഒന്ന് മാറ്റി നിർത്തണം. യഥാർത്ഥ ലോയൽറ്റി പ്രവൃത്തികളിലൂടെ തെളിയിക്കുന്നവരെ മാത്രം വിശ്വസിക്കുക. ആറാമത്തെ സത്യം വളരെ ക്രൂരമാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങളുടെ ദൗർബല്യങ്ങൾ നിങ്ങൾ ഒരിക്കലും പുറത്ത് കാണിക്കരുത്. നിങ്ങളുടെ സങ്കടങ്ങളും അരക്ഷിതാവസ്ഥകളുമൊക്കെ പലപ്പോഴും മറ്റുള്ളവരോട് തുറന്നു പറയുന്നത് നല്ലതാണ് എന്നും അത് വലിയ ആശ്വാസമാണ് എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലേ?
ഒരു തെറാപ്പിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ വളരെ വിശ്വസ്തനായിട്ടുള്ള നിങ്ങൾക്ക് കാലങ്ങളോളമായിട്ട് അറിയാവുന്ന ഒരാളുടെ അടുത്താണ് എങ്കിൽ അത് ശരിയാണ്. പക്ഷേ ഈ പൊതുസമൂഹത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്താൽ നിങ്ങൾ അവർക്ക് നിങ്ങളെ ആക്രമിക്കാനുള്ള ആയുധം എടുത്തു കൊടുക്കുന്നതിന് തുല്യമായിരിക്കും. നിങ്ങൾ നിങ്ങളുടെ സങ്കടങ്ങൾ പറയുമ്പോൾ പലരും അത് മനസ്സിൽ സൂക്ഷിക്കുകയും നിങ്ങൾക്ക് ഏറ്റവും പ്രതിസന്ധിയുള്ള സമയത്ത് അത് നിങ്ങൾക്കെതിരെ തന്നെ ഉപയോഗിക്കുകയും ചെയ്യും. ഈ ലോകം ഇരപിടിയന്മാരുടേത് കൂടിയാണ്. സ്നേഹിക്കപ്പെടുന്നതിനേക്കാൾ നല്ലത് ഭയപ്പെടുന്നതാണ് എന്ന് മാക്കിയവെല്ലി പറഞ്ഞിട്ടുണ്ട്. ആളുകൾക്ക് നിങ്ങളോട് ഭയമുണ്ടെങ്കിൽ അവർ നിങ്ങളെ ബഹുമാനിക്കും. അതുകൊണ്ട് നിങ്ങളുടെ സങ്കടങ്ങൾ സ്വകാര്യമായിട്ട് വയ്ക്കണം. പുറത്ത് നിങ്ങളുടെ ശക്തി അതെന്താണ് എന്ന് മാത്രം പ്രകടിപ്പിക്കുക, എന്താണെന്ന് മാത്രം കാണിക്കുക. ഏറ്റവും അവസാനത്തെയും ശക്തവുമായിട്ടുള്ള ആയുധം, അതായത് 7ാമത്തെ സത്യം ഇനി പറയാൻ പോകുന്നതാണ്. നിങ്ങൾ ആഗ്രഹിച്ചാലും ശരി ഇല്ലെങ്കിലും ശരി, നിങ്ങൾ വളരെ വലിയ ഒരു ഗെയിമിലാണ്, ഒരു കളിയുടെ ഭാഗമാണ്. ചിലർ വിചാരിക്കുന്നത് ഞാൻ ആരുമായിട്ടും മത്സരത്തിനൊന്നുമില്ല, ഞാൻ എൻ്റെ ജോലി മാത്രം ചെയ്ത് അങ്ങനെ ജീവിച്ചു പോകുന്നു എന്നാണ്, അല്ലേ? പക്ഷേ ഒന്ന് ഓർക്കണം, നിങ്ങൾ ഈ ഗെയിം കളിക്കാൻ തയ്യാറല്ല എങ്കിൽ മറ്റുള്ളവർ കളിക്കുന്ന ഗെയിമിലെ വെറും ഒരു കരു മാത്രമായിട്ട് നിങ്ങൾ മാറും. മാക്കിയവെല്ലി പറഞ്ഞതുപോലെ കെണികൾ തിരിച്ചറിയാൻ നിങ്ങൾക്കൊരു കുറുക്കൻ്റെ ബുദ്ധിയും നിങ്ങളെ ആക്രമിക്കാൻ വരുന്നവരെ ഭയപ്പെടുത്താൻ ഒരു സിംഹത്തിൻ്റെ ധൈര്യവും വേണം. വളരെ യുക്തിപരമായിട്ട് കാര്യങ്ങൾ നീക്കണം. അതിൽ യാതൊരു വിധത്തിലുമുള്ള കുറ്റബോധം തോന്നേണ്ട ഒരാവശ്യവുമില്ല. ഈ 7 സത്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിക്ക് ഇനി പഴയതുപോലെ ഈ ലോകത്തെ കാണാൻ കഴിയില്ല. നിങ്ങളിപ്പോൾ കുറച്ചുകൂടി അപകടകാരിയായി മാറിക്കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ ഇനി ആർക്കും നിങ്ങളെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ കഴിയില്ല. നിങ്ങളുടെ ചുറ്റുമുള്ളവരെ ഒന്ന് നിരീക്ഷിക്കുക. ആരാണ് നിങ്ങളുടെ ദൗർബല്യങ്ങളെ ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നത്? ആരൊക്കെയാണ് വാക്കുകൾ കൊണ്ട് നിങ്ങളെ കബളിപ്പിക്കുന്നത്? ഈ 7 കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും റിലേറ്റ് ചെയ്യാൻ കഴിഞ്ഞ പോയിൻ്റ് ഏതാണ് എന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വിധത്തിൽ ആഴത്തിലുള്ള വിഷയങ്ങൾ മനസ്സിലാക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വിഷയം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കി സിംഹത്തെ പോലെ ധൈര്യമായിട്ട് മുന്നേറുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാമെന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ. താങ്ക് യു.